Flowers swaying in the wind. Oh, this garden filled with tenderness. La 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 la. Butterflies are dancing. La 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 la. Oh, this garden full of tenderness. La 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 la. Butterflies are dancing. La 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 la. ഹായ്, ഞാൻ ഷെഹന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിൽ പോവുകയാണ് ആഫ്റ്റർ 6 months. ആൻഡ് ഇത്തവണത്തെ യാത്രക്കൊരു പ്രത്യേകത ഉണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വീട്ടിലറിയില്ല ഞാൻ പോകുന്നത്. ഖത്തർ എയർവേസിലാണ് ഞാൻ ഈ പ്രാവശ്യം പോകുന്നത്. സോ ദാറ്റ് എനിക്ക് ദോഹയിൽ ഒരു 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. പിന്നെ അവിടുന്ന് നേരെ നാട്ടിലേക്ക്. അങ്ങനെ നീണ്ട 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ നാട്ടിലെത്തി. ഈ ഫ്ലൈറ്റ് നാട്ടിൽ ലാൻഡ് ചെയ്യുമ്പോഴുള്ള സീന് ഞാൻ എപ്പോഴും സ്ക്രീനിൽ ഇങ്ങനെ ചെക്ക് ചെയ്യും. അത് കാണുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ നാട്ടിലെത്തി ഫെബ്രുവരി 10th. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റമദാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് കാരണം ആദ്യത്തെ ഒരു മാസം അധികവും ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ ഈ പ്രാവശ്യത്തെ പോക്കിന് നോമ്പും പെരുന്നാളും ഒക്കെ വീട്ടിൽ കൂടണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇത് എൻ്റെ താത്താൻ്റെ മക്കളാണ്. ഞാൻ സ്കോട്ട്ലൻഡിലായിരുന്നപ്പം എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഇവരായിരുന്നു. പിന്നെ എൻ്റെ ബാക്കിയുള്ള കസിൻസിനെയും. ഞാൻ 6 മാസം മുന്നേ നാട്ടിൽ വന്നപ്പം എനിക്ക് മക്കളൊക്കെ പെട്ടെന്ന് വളർന്ന പോലെ തോന്നിയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, എനിക്ക് പ്രായം ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മക്കളെ കൂടെ എന്നൊക്കെയുള്ള. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എല്ലാവരുടെ കൂടെയും മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നോമ്പൊരു പകുതിയൊക്കെ ആയപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് ഷെഫിനെ കാണാൻ കോഴിക്കോട് പോയി. പിന്നെ എൻ്റെ കസിന് ചിക്കു ഉണ്ട്, അവളും കോഴിക്കോട് തന്നെയാണ് പഠിക്കുന്നത്. സോ ഞാൻ അവളെയും കൂട്ടി അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഗോകുലം മോളിന്നാണ് നോമ്പ് തുറന്നത്. പിന്നെ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഷെഫ് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഷെഫ. ഷീസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പം പെരുന്നാളായി. നാട്ടിൽ പെരുന്നാൾ ഭയങ്കര രസമാണ്. മൈലാഞ്ചിയിടലും പാട്ടും പിന്നെ കസിൻസ് എല്ലാവരും വീട്ടിലുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് പെരുന്നാൾ. പെരുന്നാളിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് ഇടലും രാവിലെ തന്നെ ഈദ്ഗാഹിന് പോക്കും. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുക, പായസം കുടിക്കുക, ബിരിയാണി കഴിക്കുക, പിന്നെ ഒരു ലോഡ് ഫോട്ടോസ് എടുക്കുക. ഇതൊക്കെയാണ് പെരുന്നാളിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പെരുന്നാളിന് അതൊക്കെ നടന്നു. ആൻഡ് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് പെരുന്നാൾ. പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ വീട്ടിലുള്ളവരും പിന്നെ ഉപ്പാൻ്റെ ഏട്ടനും അനിയനും മക്കളും അവരെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ ബീച്ചിൽ പോയി. എന്നിട്ട് സൺസെറ്റൊക്കെ കണ്ട് അവിടുന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും പിന്നെ കാടമുട്ടയും ഒക്കെ കഴിച്ചു. പിന്നെ ഇവരൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ എന്താ പറയുക സന്തോഷമായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സമയങ്ങളൊക്കെയാണ് ഞാൻ സ്കോട്ട്ലൻഡിലായിരുന്നപ്പം ഞാൻ ഏറ്റവും മിസ് ചെയ്തതും. പിന്നെ ഇവരൊക്കെ കൂടെ പുറത്തു പോകുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. എന്നെ കാടമുട്ട എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഞാൻ ബീച്ചിൽ പോയാൽ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ബീച്ചിൽ പോയാൽ കാടമുട്ട കഴിക്കും. പിറ്റേന്നും ഞാൻ ബീച്ചിൽ പോയി കാടമുട്ട കഴിച്ചു. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ വേറെ ഒരു കസിനാണ്. അവന് പെരുന്നാൾ ആയതുകൊണ്ട് ലീവിന് നാട്ടിൽ വന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഡേയ്സ് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, 1-2 ദിവസം. അപ്പം അവനെയും കൂട്ടി കോഴിക്കോട് പോയി. ഞാൻ പഠിച്ചതും ജോലി ചെയ്തതൊക്കെ കോഴിക്കോടായത് കാരണം കോഴിക്കോടിനോടൊരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ കോഴിക്കോട് ഒരു 1-2 വർഷം ജീവിച്ചാൽ പിന്നെ നമുക്ക് എവിടെ പോയാലും കോഴിക്കോട് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട്, അത് കിട്ടൂല. ഫോർ മീ കോഴിക്കോട് ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീലിംഗ്.
പിന്നെ നാട്ടിൽ പോയാൽ വയനാട്ടിലേക്കൊരു ട്രിപ്പ് നിർബന്ധമാണ്. അതുകൊണ്ട് സെലുവിൻ്റെ ലീവ് തീരുന്നതിന് മുമ്പ് അവനെയും കൂട്ടി ഒരു ദിവസം ഞാൻ വയനാട് പോയി. ആൻഡ് ഈ പ്രാവശ്യം ഇതുവരെ പോവാത്തൊരു സ്ഥലത്ത് പോകണം എന്നുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ അവൻ കൊണ്ടുപോയ സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മലേൻ്റെ മുകളിൽ ചുറ്റിലും തേയിലത്തോട്ടവും ആൻഡ് ഭയങ്കര അടിപൊളിയൊരു സൺസെറ്റ് വ്യൂ ഒക്കെ ആയിരുന്നു. സോ നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. ഭയങ്കര നല്ല അത്രയും ഭംഗിയുള്ളൊരു സൺസെറ്റ് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ സെയിം ഏജ് കസിൻസ്. എൻ്റെ സെയിം പ്രായമുള്ള എൻ്റെ കസിൻസാണ്. നമ്മൾ കളിക്കൂട്ടുകാർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ എൻ്റെ കളിക്കൂട്ടുകാരാണ് ഇതിൽ ഉള്ള മിക്ക ആൾക്കാരും. അതിൽ എൻ്റെ 1-2 കസിൻസ് കല്യാണം കഴിച്ച് ഞാനിവിടെ നാട്ടിലില്ലാത്ത സമയത്ത് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിൽ. ആൻഡ് പക്ഷേ അതൊരു വാറിൻ്റെ ടൈം ആയത് കാരണം മിക്ക റെസ്റ്റോറൻറ്റ്സിലും ഗ്യാസിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു. അത് കാരണം എല്ലാ മെനൂസും അവർ കട്ട് ചെയ്തിട്ട് ഗ്യാസിൻ്റെ ആവശ്യം കുറവുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഫുഡ് 2-3-4 റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ഫൺ നൈറ്റ്. അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. എത്ര പെട്ടെന്നാണ് മാർച്ചൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ആനുവൽ എക്സാം കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ ആയത്. സോ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഞാനും ഇത്താത്തയും കൂടി കുട്ടികളെയും കൂട്ടി ഒരു ദിവസം വീടിൻ്റെ അടുത്ത് അകലാപ്പുഴ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ പെഡൽ ബോട്ട്സ് പിന്നെ നോർമൽ ബോട്ട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് 1 hour അതെടുത്ത് സ്പെൻഡ് ചെയ്യാം അതിൽ. ഈവനിങ് ടൈമിൽ ഈ ബോട്ട് യാത്ര ഭയങ്കര രസമാണ്. സോ നമ്മൾ ഒരു ദിവസം അങ്ങനെ അതിൽ പോയി, അതിൽ കയറി പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പം അതിലിരുന്ന് അതൊക്കെ കഴിച്ചു. ഭയങ്കര രസമായിരുന്നു. എന്നോട് ആരെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും മാങ്ങ ആണെന്ന്. തറവാടിൻ്റെ ചുറ്റിലും മാവും പ്ലാവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെക്കേഷനിൽ ഞാൻ തിന്ന മാങ്ങക്കൊന്നും ഒരു കണക്കുമില്ല. നാട്ടിൽ പല വെറൈറ്റി മാങ്ങ കിട്ടും. എങ്കിലും ഏറ്റവും എനിക്കിഷ്ടം പടുമാങ്ങയും ചേലമാങ്ങയുമാണ്. ഈ പ്രാവശ്യം ഇത്താത്ത കുറേ പടുമാങ്ങ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്നായിരുന്നു. വീട്ടിലധികം ഉള്ളത് ചേലമാങ്ങയാണ്. പച്ചമാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു നാരങ്ങ സോഡയും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. നാട്ടിലെ പാടവും വയലും എനിക്ക് എത്ര കണ്ടാലും മടുക്കൂല. അതുകൊണ്ട് തന്നെ മിക്ക വൈകുന്നേരവും ഞാൻ ആരെയും കൂട്ടി വയലിൽ പോവും. എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരിക്കും. വയലിൽ പോകുന്ന ദിവസമൊക്കെ പശുവിൻ്റെയും കൊക്കിൻ്റെയും ഒക്കെ ഫോട്ടോ എടുത്ത് ഞാൻ സ്റ്റോറി ഇടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോകുമ്പം കസിൻസ് പറയുമായിരുന്നു, ഓ ഇനി നാട്ടിലെ പശുവിനും കൊക്കിനൊക്കെ സമാധാനത്തോടെ നടക്കാമല്ലോ എന്ന്. ബദറിൻ്റെ എൻഗേജ്മെൻറ്റ് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ആയിരുന്നു. കുറേ കാലമായി ഞാൻ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് പരിപാടിക്കൊക്കെ കൂടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു.
പദറിന് ഒരു അഫെയറുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. ആൻഡ് ഈവൻ ദോ അവനെ ഓൾറെഡി അറിയായിരുന്നെങ്കിലും അവൻ ഭയങ്കര ടെൻഷനായിരുന്നു. ആൻഡ് എൻഗേജ്മെൻറ്റ് അധികവും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തി. ആൻഡ് കുറേ ഗിഫ്റ്റ്സൊക്കെ വാങ്ങും നമ്മൾ പോകുമ്പം. ആൻഡ് അറ്റ് ദിസ് പോയിൻറ്റ് ഹി വാസ് വെരി നെർവസ്, ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളത് കാരണം. ആൻഡ് എനിവേ അവൻ സ്റ്റേജിലെത്തി, ബൊക്കെയൊക്കെ കൊടുത്തു. ആൻഡ് ദെൻ ബാക്കിയുള്ള ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ഇറ്റ് വാസ് എ റിയലി പ്രഷ്യസ് മൊമെൻറ്റ് ഫോർ ദം. പിന്നെ അതിനുശേഷം നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ദെൻ അഗെയിൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ബദറിനെയും കൂട്ടി സിൽവർ സ്റ്റോമിൽ പോയി. ഈ പോക്കിൻ്റെ ഉദ്ദേശം ബദറിൻ്റെ എൻഗേജ്മെൻറ്റ് ട്രീറ്റ് മേടിക്കുക എന്നുള്ളതും കൂടിയായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഏറ്റവും ഞാനായിട്ടിരിക്കുന്ന സമയമാണ് ഇവരൊക്കെ കൂടെ ഇരിക്കുന്നതെന്ന്. ബിക്കോസ് എനിക്കറിയില്ല ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്ന്. എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഉള്ള സ്ഥലത്ത് ഞാനായിരിക്കും ഏറ്റവും എക്സ്ട്രോവേർട്ട് പേഴ്സൺ. ഇനി അതങ്ങനെ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഐ വിൽ ബി ദ മോസ്റ്റ് ഇൻട്രോവേർട്ട് പേഴ്സൺ ഇൻ ദാറ്റ് റൂം. സോ ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് സിൽവർ സ്റ്റോമിൽ എത്താൻ ഏകദേശം 4.5 മണിക്കൂറൊക്കെ ഉണ്ട്. ആൻഡ് നമ്മൾ അവിടെ എത്തുമ്പം ഒരു 11 മണിയൊക്കെ ആയിരുന്നു. സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല ചൂടുള്ള ഒരു ഡേയും കൂടിയായിരുന്നു. സിൽവർ സ്റ്റോമിൽ കൂടുതലും ഉള്ളത് ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള റൈഡ്സാണ്. പിന്നെ അഡൽട്ട്സിന് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ വാട്ടർ റൈഡ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ കൂടുതലും വാട്ടർ റൈഡ്സ് ആയിരുന്നു ട്രൈ ചെയ്തത്. അതിൽ 1-2 എണ്ണമൊക്കെ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈവനിങ് ടൈം നമ്മൾ അവിടെ തന്നെയുള്ള സ്നോ വേൾഡിൽ കയറി. അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ സ്നോയിൽ സ്ലൈഡ് ചെയ്യാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കഫേ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് നല്ല ചൂട് കോഫിയൊക്കെ തണുപ്പിലിരുന്ന് കുടിക്കാം. അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു അത്. അതിനുശേഷം ഈ ഒരു ടൈം ആയപ്പോഴേക്കൊക്കെ എൻ്റെ അനിയനും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വാറായതുകൊണ്ട് അവനും ലീവ് എടുത്ത് നാട്ടിൽ വരാം എന്നുള്ളൊരു സിറ്റുവേഷനായി. അങ്ങനെ അവനും ഒരു 1.5 മാസത്തേക്ക് നാട്ടിൽ വന്നു. അപ്പം ഞാൻ അവനെയും കൂട്ടി ഒരു ദിവസം കോഴിക്കോട് കുതാം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് കഫേ ഉണ്ട്. നമ്മൾ രണ്ടാളും കൂടെ അവിടെ പോയി. അവിടെ മാത്രമല്ല പിന്നെ ബീച്ചിലൊക്കെ പോവാം, കോഴിക്കോടൊന്ന് പോയിട്ട് വരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ പോയതാണ്. ഈ കഫേ ഭയങ്കര അടിപൊളിയാണ്. കുറേ പല സ്ഥലങ്ങളിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം. നമ്മൾ പോയ ദിവസം അവിടെ ഇങ്ങനെ കുറേ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ആൾക്കാർ പ്രീ വെഡിങ് ഷൂട്ട്സിനൊക്കെ അവിടെ വരും. അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായത് കാരണം നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ബീച്ചിൽ പോയി കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പം ഞാനും എൻ്റെ കസിന് റിനുവും കൂടെ മണ്ണാർക്കാട് പോയി റിയാസ് ഖാൻ്റെ വീട്ടിൽ. അവിടെ ഉമ്മയും ഉപ്പയും ഉമ്മമ്മയും മാത്രമായിരുന്നു ആ ടൈമിലുള്ളത്. റിനുവിൻ്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നതായത് കാരണം ഉപ്പ നമ്മളെയും കൂട്ടി ഡെയിലി ഓരോ സ്ഥലത്ത് പോവുമായിരുന്നു. ഫസ്റ്റ് അട്ടപ്പാടി പോയി, പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പോയതാണ് വരിക്കാശ്ശേരി മനയിൽ. പാലക്കാട് കുറേ മനകളുണ്ട്, കുറേ മനകളുള്ള സ്ഥലമാണ്. അതിൽ ഒറ്റപ്പാലത്താണ് വരിക്കാശ്ശേരി മന വരുന്നത്. ഈ മന മലയാളം ഫിലിം ഹെറിറ്റേജിൻ്റെ ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു 4 കെട്ടാണ്. ഏകദേശം 100-ൽ കൂടുതൽ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം, രാപ്പകൽ. പിന്നെ ഇപ്പോൾ അടുത്ത് ഷൂട്ട് ചെയ്തതാണ് ബ്രഹ്മയുഗം. പിന്നെ ഇത് കൂടാതെ ഒരുപാട് സിനിമകൾ വേറെയും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് നിന്ന് തിരിച്ചു വന്ന് ഒരു ഡേ ഞാൻ പോർട്രേ ചെയ്യാൻ പോയി. കുറേ കാലമായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കിടന്നിരുന്ന ഒരു സാധനമാണ് ഒരു പോർട്രേ വർക്ക്ഷോപ്പിന് പോവുക എന്നുള്ളത്. ഞാൻ സിധുവിനെയും കൂട്ടിയാണ് പോയത്. അതിലും ബെസ്റ്റായിട്ടുള്ള ഒരാൾ എനിക്ക് പോർട്രേ വർക്ക്ഷോപ്പിന് പോകുമ്പം കൂട്ടാനില്ലായിരുന്നു.
because I know how much she likes to do these kind of things. ആൻഡ് എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അത് എൻജോയ് ചെയ്തത് അവളാണെന്ന്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ മൈൻഡ് റിലാക്സ് ആവും. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ വീൽ ത്രോയിങ് ചെയ്യാൻ ട്രൈ ചെയ്തു. ദെൻ സ്വന്തമായിട്ട് പോട്ട്സ് ഉണ്ടാക്കി അതിൽ നമ്മളെ നെയിമൊക്കെ സ്റ്റിക്ക് ചെയ്തു. ബിക്കോസ് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ദെൻ അവർ നമുക്ക് കുറച്ച് ക്ലേ തരും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പിൻട്രസ്റ്റൊക്കെ നോക്കി ഉണ്ടാക്കാം. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിതു ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു ഓരോന്നും ചെയ്യുമ്പം. അപ്പം നമ്മൾ മക്കളെയും കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള ടാലൻറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെയാണ്. വർക്ക്ഷോപ്പ് കഴിഞ്ഞ് അന്ന് ഈവനിങ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പോയി. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും കയാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഇത്താത്താക്കും അനിയനും പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കയാക്കിംഗ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, കുറച്ച് ചെയ്യാം, മഴ അധികം പെയ്യലുണ്ടാവില്ല എന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം മഴ നന്നായിട്ട് കൂടി. അതുകൊണ്ടൊരു 45 മിനിറ്റ്സൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ തിരിച്ച് കയറി. അങ്ങനെ മെയ് 10th നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോയി വയനാട്ടിലേക്ക്. മെയ് 13th നൈറ്റാണ് ഞാൻ തിരിച്ച് പോകുന്നത്. സോ ഇത് ഞാൻ തിരിച്ച് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പോയ ട്രിപ്പാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു ഈ ട്രിപ്പിന്. എൻ്റെ ഫാമിലി, ഉപ്പാൻ്റെ ഏട്ടൻ, അവരുടെ ഫാമിലി, അനിയന്മാർ, അവരുടെ ഫാമിലി, എല്ലാവരും കൂടെയുള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മളൊരു 26 പേര് ഐ തിങ്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോയത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പാർക്കിലേക്കാണ്. അവിടെ കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷൈൻ വീൽ ഉണ്ടായിരുന്നു. നമ്മളത് ട്രൈ ചെയ്തു. അത് നല്ല ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് വിടും. ആൻഡ് ശരിക്കും പേടിച്ച് അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു. അവിടേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഈവനിങ് എല്ലാവരും കൂടെ സൺസെറ്റ് കാണാൻ പോയി. ദെൻ രാത്രി കുറേ ഗെയിംസ്, ഡാൻസ്, പാട്ട് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇത് എൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ ഏട്ടനും അനിയനും അനിയന്മാരും 2 ആളും കൂടിയൊക്കെ ക്യാരംസ് കളിക്കുന്നതും പിന്നെ ഷാഫിക്ക മക്കളോട് കളിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ ഇപ്പം ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു ഹെവിനെസ് അറിയില്ല. ആൻഡ് yeah, that's it. That's the end of my 3-month vacation, and thank you for watching the video.